എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാത്തത് കൊണ്ടും വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടും എന്ത് വലിയ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്. എന്തുകൊണ്ട് അരമണിക്കൂർ നേരത്തെ നമ്മുടെ ദിവസം ആരംഭിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് ഓടിയെത്തി കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നേടിയെടുത്തുകൂടാ? ഓരോരുത്തരുടെയും ചുമതലകളുടെ പ്രത്യേകതയാൽ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും സാധിക്കും. 1-2 അല്ലെങ്കിൽ 10 കുട്ടികളുണ്ട്, അതുകൊണ്ട് കുർബാനയ്ക്ക് വരുവാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഞായറാഴ്ച കുർബാന പോലും മുടക്കുന്നവർ ധാരാളമാണ്. മറ്റു തരത്തിലുള്ള ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് നാം കാര്യങ്ങൾ നടത്തുക? കുട്ടികളെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളെ മാറി മാറി കൊണ്ടുപോവുകയോ ചെയ്ത് ദൈവ തിരുമുമ്പിലുള്ള അവരുടെ വലിയ ചുമതല നിർവഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും വിനോദത്തിനും എല്ലാം ഇഷ്ടം പോലെ സമയമുണ്ട്. എന്നാൽ ഞായറാഴ്ചയെങ്കിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സമയമില്ല. കുർബാന കഴിഞ്ഞതിനു ശേഷവും കുറേ നേരം തന്നോട് കൂടെ ഇരിക്കുവാൻ ഈശോ എന്നോട് ആവശ്യപ്പെട്ടു. ഈശോ പറഞ്ഞു, കുർബാന കഴിഞ്ഞ് ധൃതിയിൽ പോകേണ്ട, കുറച്ചു നേരം എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ സാന്നിധ്യം ആസ്വദിക്കുക. നിൻ്റെ സാന്നിധ്യവും ഞാൻ ആസ്വദിക്കട്ടെ. കുർബാന സ്വീകരണത്തിന് ശേഷം 5-10 മിനിറ്റ് കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ആരോ പറഞ്ഞത് കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നു. ഈ സമയത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, കുർബാന സ്വീകരണത്തിന് ശേഷം യഥാർത്ഥത്തിൽ എത്ര നേരം അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും? എൻ്റെ ബാലിശമായ ഈ ചോദ്യം കേട്ട് കർത്താവ് ചിരിച്ചു കാണും. കർത്താവ് പറഞ്ഞു, ഞാൻ എത്ര കാലം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം. നിൻ്റെ ജോലികൾക്കിടയ്ക്ക് ദിവസം മുഴുവനും എന്നോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. നീയാണ് എന്നെ ഉപേക്ഷിച്ച് പോകുന്നത്. കുർബാന കഴിഞ്ഞ് നീ പോകുന്നു. അതോടെ ആ ദിവസത്തിൻ്റെ ധാർമ്മിക ബാധ്യത അവസാനിക്കുന്നു. കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ആചരണം കഴിഞ്ഞു. നിന്നെ സംബന്ധിച്ച് എല്ലാം അവസാനിച്ചു. ഈ ഒരു ദിവസമെങ്കിലും നിൻ്റെ കുടുംബജീവിതം നീയുമായി പങ്കുവയ്ക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നീ കരുതുന്നില്ല. നിൻ്റെ വീട്ടിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക മുറികളുണ്ടല്ലോ. ഉറങ്ങുവാനൊരു മുറി, പാകം ചെയ്യുവാനൊരു മുറി, ഭക്ഷണത്തിന് മറ്റൊരു മുറി, അങ്ങനെ എല്ലാറ്റിനും. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലം ഏതാണ്? ഒരു രൂപം പൊടിപിടിച്ചു കിടക്കുന്ന മുറിയിലായിരിക്കരുത് അത്. പ്രത്യുത എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ജീവൻ എന്ന വലിയ ദാനത്തെ ഓർത്ത് ദൈവം ആ ദിവസം നൽകിയ നന്മകളെ പ്രതി നന്ദി പറയുന്നതിനും അനുഗ്രഹങ്ങൾ, സംരക്ഷണം, ആരോഗ്യം തുടങ്ങി അന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ അവതരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രത്യേക സ്ഥലമായിരിക്കണം അത്. നിൻ്റെ ഭവനത്തിൽ എല്ലാത്തിനും ഒരു സ്ഥലമുണ്ട്, എനിക്ക് മാത്രമില്ല. മനുഷ്യരൊക്കെ അവരുടെ ഒരു ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അഥവാ അവധിക്കാലം എന്നിവയെല്ലാം എങ്ങനെ ചിലവിടണം എന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാറുണ്ട്. എന്നാണ് വിശ്രമിക്കേണ്ടത്, എന്നാണ് സിനിമയ്ക്ക് പോകേണ്ടത്, കുട്ടികളെയൊക്കെ കാണാൻ എന്ന് പോകണം, വിനോദയാത്ര എന്നത്തേക്കാക്കണം എന്നെല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നു. എന്നാൽ ദേവാലയത്തിലെ ദിവ്യകൂടാരത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സന്ദർശിക്കുവാനുള്ള ദിവസമാണിന്ന് എന്ന് പറഞ്ഞ് മാസത്തിൽ ഒരു ദിവസമെങ്കിലും എന്നെ വന്നു കണ്ട് സംസാരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? എൻ്റെ മുമ്പിൽ വന്നിരുന്ന് എന്നോട് സംഭാഷണത്തിലേർപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുകയും അവരുടെ ആവശ്യങ്ങൾ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും എന്നെ ഇവയുടെയെല്ലാം ഭാഗമാക്കി തീർക്കുകയും കഴിഞ്ഞ പ്രാവശ്യം എന്നെ സന്ദർശിച്ചതിനു ശേഷം കാര്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നു എന്ന് എന്നോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്? എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്? എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങളുടെ ഹൃദയത്തിലെയും മനസ്സിലെയും ആഴമായ രഹസ്യങ്ങൾ പോലും ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കുന്നതിന് എനിക്ക് അതിയായ താല്പര്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമെന്ന പോലെ, നിങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ എന്നെ കരുതുന്നതെനിക്ക് വളരെ സന്തോഷകരമാണ്. ജീവിതത്തിൽ ഒരു സ്ഥാനം എനിക്ക് നൽകാത്തത് കൊണ്ട് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത്!